അത് ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, അത് വിലയിരുത്തുന്നുണ്ട്. കാരണം കേരളം ഒരു ജനകീയ സംരംഭങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അവർ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു നയാ പൈസ ആ പോർട്ടിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകിയിട്ടില്ല ഇന്നേ വരെ. കടം കൊടുത്തു എന്നാണ് പറയുന്നത്. കടം ഇവിടുന്ന് കടം വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു കാര്യവും ആ പോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സഹായം ഒന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനെ വിമർശിക്കാനൊന്നും ഒരു അവകാശമില്ല. കോൺഗ്രസ് പറഞ്ഞത് ഈ പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നാണ്. ഓർമ്മയില്ലേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല, ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഞങ്ങൾ വിമോചന സമരത്തിൻ്റെ തുടക്കം കുറിക്കുകയാണെന്നുകൊണ്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അതിന് നേതൃത്വം കൊടുത്ത വിഭാഗം ഇവരെല്ലാം. അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ വിഷയം കൊടുക്കാൻ. അതുകൊണ്ട് അമ്മാതി വർത്തമാനത്തിന് യാതൊരു അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഈ പരിപാടിയിൽ അവരെങ്ങനെ പങ്കെടുക്കുക? ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് വിമോചന സമരം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്ക് എങ്ങനെയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനാവുക? മനസാക്ഷി കുത്താണ്. അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, അവർക്ക് പങ്കെടുക്കാൻ പറ്റൂല. അവർ പങ്കെടുക്കുക ആരാ പറഞ്ഞു പങ്കെടുക്കാൻ പറ്റില്ല പറഞ്ഞത്? ആളെ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ അസംബന്ധം പറയാണ് വെറുതെ. തറക്കല്ലിൽ ആരും പല ആൾ ഇട്ടിട്ടുണ്ടാവും, തറക്കല്ലിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതുപോലെ തന്നെ കരാറുണ്ടാക്കി. കരാർ ഞങ്ങൾ അന്നും ഇന്നും ശക്തിയായി ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇന്നത്തെ മനോരമ വായിച്ചു നോക്കും, ഇവിടെ ഡൽഹിയിൽ തന്നെ എന്താ ഓഹരി വെച്ചത് എങ്ങനെയാണെന്നും അപ്പോൾ മനസ്സിലാവും. 2015-ലും 2025-ലും രണ്ട് രീതിയിൽ ദേശാഭിമാനി ഒരു വാർത്ത കൊടുത്തു. ഒന്ന് കടൽക്കൊള്ളയും, ഒന്ന് ലോകമഹാ കവാടം എന്ന് പറയുന്ന രീതിയിൽ ഒരു വാർത്ത. ഇത് വായിച്ചപ്പോൾ എന്താ തോന്നിയത്? അത് വായിച്ചപ്പം തെറ്റ് ദേശാഭിമാനിക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ടും ദേശാഭിമാനി പറയാതെ പറഞ്ഞിരിക്കുകയാണെന്നാണ് നമുക്ക് ബോധ്യമാവുന്നത്. കാരണം ഇത്രയും വർഷത്തെ ഒരു കാലയളവിനുള്ളിൽ എത്ര മാത്രം പാർട്ടി മാറിയിരിക്കുന്നു. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നൊക്കെ പിണറായി വിജയൻ ഒരു സമയത്ത് പറഞ്ഞിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. കാരണം അന്തർധാരയിൽ വളരെ സജീവമായിട്ട് പല പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി എന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസത്തെ കമ്മീഷൻ വേദിയിൽ നടന്ന രാഷ്ട്രീയ വർത്തമാനത്തിലൂടെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുകയുണ്ടായി. അതായത് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് വളരെ വിമർശനാത്മകമായ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അതിനെതിരെ ചുട്ട മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് സഖാവ് പിണറായി വിജയന് സാധിച്ചില്ല? അദ്ദേഹം ഇന്ത്യ സഖ്യത്തിലുള്ള ഒരാളാണല്ലോ. അദ്ദേഹത്തിന് എന്തുകൊണ്ട് അതൊന്നും സാധിക്കുന്നില്ല? അപ്പോൾ ഒരു സമയത്ത് മോദിയെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുകയും വേറെ സ്ഥലത്ത് മോദിയുമായിട്ട് ചങ്ങാത്തം കൂടുകയും ചെയ്യുന്ന ഒരു കാപട്യത്തിന്റെ മുഖമല്ലേ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്നത് ഇവിടെ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ പൊതു ശബ്ദമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ ദേശാഭിമാനി. ഇപ്പം മീര നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിൽ അത്തരത്തിലുള്ള തലക്കെട്ടുകളൊക്കെ വൈറലായിരുന്നു. കടൽ കൊള്ള, 6000 കോടിയുടെ കടൽ കൊള്ള എന്ന് പിണറായി വിജയൻ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടി യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുതലാളിത്ത പാർട്ടിയായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം ഉദ്ഘാടന കമ്മീഷൻ വേദി എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് സ്വീകരിച്ച ഫണ്ടിനെ തീർച്ചയായിട്ടും 0% മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല പാർട്ടിയും പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അത് തീർച്ചയായിട്ടും അത് ഇവിടുത്തെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാരൊക്കെ എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, അതായത് ഇതിൻ്റെ കൂടുതൽ ശതമാനവും ഫണ്ടും ഇതിൽ നൽകിയിരിക്കുന്നത്, ഏകദേശം 61% നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ആയെന്നിരിക്കെ എന്തിനാണ് നരേന്ദ്രമോദി ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാമുഖ്യം നൽകിയത് എന്നതാണ് ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. പക്ഷേ അത് വെറും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ വേണ്ടി കഴിയും. കാരണം എന്തുകൊണ്ടാണ്? ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഒരു വികസിത ഭാരതം പണിതുയർത്തണം, ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്ന ഒരാൾ ശ്രീമാൻ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് മാത്രമല്ല അതൊരു കാരണമാണെങ്കിലും
ഇതിൽ കൃത്യമായിട്ട് എന്താ പറയാ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പൊ ഇതിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ആ ഒരു വേദിയിലെ സ്ഥാനത്തെ അതുകൊണ്ടാണ് എന്നാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് കണക്കുകൾ ഒന്നും കൂടി കൃത്യമായിട്ട് ഇതിൽ പറയാം. 61.5% ഇതിൽ കേരളം ഈ ഒരു പദ്ധതിയിൽ നൽകിയിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത്. 28.9 അദാനി നൽകിയിരിക്കുന്നു. 9.6 മാത്രമാണ് കേന്ദ്രം നൽകിയത്. ആ കേന്ദ്രം നൽകിയിരിക്കുന്ന ആ ഫണ്ടിനെയാണ് നമ്മൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പ്രകാരം മുടക്കിയ പൈസ, കേന്ദ്രം എത്രയായിരുന്നോ മുടക്കിയ ആ മുടക്കിയ പൈസയുടെ പലിശയും ചേർത്തിട്ട് തിരിച്ച് കേന്ദ്രത്തിന് തന്നെ നൽകണം. അപ്പം അതായത് അത് നൽകുമ്പോൾ എത്രയാണോ ആ കാലത്ത് ആ പൈസയുടെ പ്രസന്റ് വാല്യൂ അതനുസരിച്ചിട്ട് തന്നെ വേണം ആ പൈസ നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പൊതുവെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് വിളിക്കുക. അപ്പം ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് കേന്ദ്രമാണ്. ഇത് മാത്രമല്ല, ഈ ഒരു പദ്ധതി പ്രകാരം 2034 ലാഭമാവുകയാണെങ്കിൽ, ഈ ഒരു വിഴിഞ്ഞം പദ്ധതി ലാഭമാവുകയാണെങ്കിൽ അതിൻ്റെ 20% കേന്ദ്രത്തിന് തിരിച്ചു നൽകണമെന്നും ഈ ഒരു കരാറിൽ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്തിനാണ് മോദി എന്ന് ചോദിക്കുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത്? അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇത്രയും വലിയൊരു പദ്ധതി, രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതി കേരളത്തിൽ വരുമ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ആ വേദിയിൽ വേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് മനസ്സിലാക്കണം. പ്രധാനമന്ത്രിക്ക് കീഴിൽ മാത്രമേ മുഖ്യമന്ത്രിയും വരുന്നുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് കേരളത്തിന്റെ അകത്തുമാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ VGF ഫണ്ടിന്റെ കാര്യം കേന്ദ്രത്തിനെ പൂജ്യമാക്കിയിട്ടും 818 കോടി VGF നൽകി എന്നുള്ള രീതിയിലുമാണ് ദേശാഭിമാനി പറഞ്ഞത്. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കൂട്ടസമവാക്യമല്ല ശരിക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എമൗണ്ടിന്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. അത് നമുക്കറിയാം, ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം വെച്ച ഫ്ലെക്സിലടക്കം ഈ 0 എന്നുള്ളത് വിളിച്ചു പറയാൻ പിണറായി വിജയൻ ഒരു മടിയും തോന്നിയിട്ടില്ല, പാർട്ടിക്കും തോന്നിയിട്ടില്ല. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാവുന്ന PPP മാതൃക, അതായത് ഒരു പാർട്ട്ണർഷിപ്പ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് അതിന്റെ ഫണ്ടിനുള്ള കുറവ് പരിഹരിക്കാൻ കേന്ദ്രം നൽകുന്ന ധനസഹായമാണ്. പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് അംഗീകരിക്കാത്തത്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പ്രകാരമാണ് ഈ പദ്ധതി ഉണ്ടായിരിക്കുന്നത്. പദ്ധതിയുടെ മേന്മയും അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദാനിക്ക് ഈ പോർട്ട് തീരെഴുതി കൊടുത്തു എന്ന് വേണമെങ്കിൽ വേറൊരു രീതിയിൽ, കാരണം ഇതിൻ്റെ കൂടുതൽ ഷെയറും ഹോൾഡ് ചെയ്തിരിക്കുന്നത് അദാനിയാണ്. ആ രീതിയിലാണ് ഇത് മൊത്തം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. ചർച്ചകൾ പക്ഷേ സജീവമായിട്ട് മറ്റ് പല തരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലിപ്പം VT ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ എന്താ പറയുക ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖരന്റെ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വേദിയിലെ സാന്നിധ്യത്തെ കുറിച്ചായിരുന്നു. വേദിയിലെ സാന്നിധ്യം മാത്രമല്ല, എല്ലാവരും വരുന്നതിന് മുമ്പ് വളരെ നേരത്തെ തന്നെ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? എനിക്ക് രാവിലെ 8 മണിക്ക് തന്നെ വരുവാനും അറിയാം, നാണം കെട്ട് സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും അറിയാം, എനിക്ക് മുദ്രാവാക്യം വിളിക്കാനും അറിയാം, വിവരക്കേടുകൾ പറയാനും അറിയാം എന്നാണ് VT ബൽറാം ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ ഇതേ രീതിയിൽ എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ട് മാടി കുത്താനും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അനുകരിച്ചുകൊണ്ടാണ് VT ബൽറാം ഈ പോസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ഇവിടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ ആ വേദിയിൽ പ്രധാനമന്ത്രി ഓഫീസിൻ്റെ ലിസ്റ്റിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ഒരു എതിർപ്പ് അറിയിച്ചില്ല? കേരളം എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ആ വേദിയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു എതിർപ്പ് അറിയിച്ചില്ല? ഇത്തരം വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പല ആളുകളും ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണെന്ന് തോന്നുന്നത്? പക്ഷെ ഒരു കാര്യം ചിന്തിക്കണ്ടേ, പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയിട്ടല്ലേ പാർട്ടി അധ്യക്ഷനെ സ്റ്റേജിൽ ഇരുത്തിയത്? മുൻപ് തന്നെ ഉള്ള പേരാണത്. VD സതീശന്റെ പേരിന് മാത്രമേ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നുള്ളൂ, വേണോ വേണ്ടേന്ന്. അതിന് പറഞ്ഞത് എന്താ, 4 വർഷമായി വാർഷികാഘോഷ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയെ അവർ നോക്കിക്കണ്ടത് പാർട്ടി.
അപ്പൊ ഒരു നാണം കെട്ട പരിപാടിയല്ലേ അത്? കോൺഗ്രസ് നോക്കിക്കണ്ടതോ? അല്ല, പാർട്ടി CPM-ന്റെ ഒരു ഇത് തോന്നൽ അങ്ങനെയായിരുന്നു. അതായത് 4 വർഷമായി ഞങ്ങളുടെ ഭരിക്കുന്നു ഒരു തോന്നല്, അതിന്റെ ഒരു അഹന്ത. അപ്പൊ അന്ന് എന്തുകൊണ്ടാണ് VD സതീശനെ ഒഴിവാക്കാൻ തയ്യാറായതും പാർട്ടി അധ്യക്ഷനെ വേദിയിൽ ഇരുത്താൻ തയ്യാറായതും? അതെന്താ ചോദ്യം ചെയ്യാത്തത്? VD സതീശൻ ആ വേദിയിൽ വരികയാണെങ്കിൽ വലിയ അപകടം അവിടെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ടും ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയന് അറിയാൻ വേണ്ടി സാധിക്കും. കാരണം പല സത്യങ്ങളും പിതൃത്വം മുഴുവൻ തങ്ങളുടേതാണ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതിനെ ചിലപ്പം VD സതീശൻ ആ വേദിയിൽ വന്ന് ചോദ്യം ചെയ്യും, എതിർക്കുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ തറക്കല്ലിടൽ മുതൽ അല്ലെങ്കിൽ അതിന് പിന്നീട് അദാനി എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വ്യവസായിയെ ഈ പദ്ധതിയിൽ കൊണ്ടുവരാനായിട്ട് പല ടെൻഡറുകളും വിളിച്ചപ്പോൾ പല ആളുകളും വരാൻ, പല വ്യവസായികളും ഇത് ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അറിയിച്ചപ്പോൾ അദാനി മാത്രമായിരുന്നു വന്നത്. അതിന് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അത് നിങ്ങൾ മറക്കരുത് ജനങ്ങളെ. അതെ, അത് നിങ്ങൾ മറക്കരുത് ജനങ്ങളെ എന്നൊക്കെ ആ വേദിയിലിരുന്ന് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പറയും. അദ്ദേഹത്തിന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ VD സതീശനെ, ബഹുമാന്യനായിട്ടുള്ള VD സതീശന് ഈ ക്ഷണക്കത്ത് പോലും വളരെ വൈകി നൽകി. ആ വൈകിയതിൽ പോലും തെറ്റുകൾ, അതായത് തിങ്കളാഴ്ചത്തെ ഡേറ്റ് നൽകി ചൊവ്വാഴ്ച കത്ത് നൽകി അപമാനിക്കുക, ഇത്തരത്തിലുള്ള നാറിയ പരിപാടികളാണ്, വളരെ വൃത്തികെട്ട രീതിയിലുള്ള സമീപനമാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസ് അതിൻ്റെ ഭാഗത്ത് നിന്ന് മാറിയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവർ പറയുന്നതും ആ വിശദീകരണമാണ് അവർ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു AI മോഡലിലുള്ള ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതിൽ വിഴിഞ്ഞം പ്രദേശത്തൂടെ ഇങ്ങനെ തൻ്റെ സ്വപ്ന യാഥാർത്ഥ്യമായിരുന്ന പ്രൊജക്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്നൊരു മാതൃകയിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെ നോക്കിയിരുന്ന് കാണുകയാണ്. അത്തരത്തിലാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ഒരു ഏറ്റവും വലിയൊരു ആയിട്ടുള്ള കോൺഗ്രസ്സിലെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന ഒരു ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പദ്ധതിയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ്. ഒരിക്കലും പൊറുക്കപ്പെടാൻ പറ്റാത്ത ഒരു കൊടിയ വഞ്ചനയാണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. കാരണം നിരന്തരമായിട്ട് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഈ ഇടതുപക്ഷ മുന്നണി, പിണറായി വിജയൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോളാർ സരിത തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ഏത് രീതിയിലാണ് കള്ളപ്രചരണങ്ങളിലൂടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചത് നമുക്കറിയാം. അതിൻ്റെയൊക്കെ പാപഭാരം ഏറ്റുവാങ്ങാതെ ഇവർക്ക് പോകാൻ വേണ്ടി സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ആ സാധിക്കില്ല എന്നതിന് കൃത്യമായിട്ട് ജനങ്ങൾ അതിന് ഉത്തരം നൽകും. ആ ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഇനിയും 1 വർഷമുണ്ട് ബാക്കി. എന്തും സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തി മന്ത്രി വാസൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തും സാധ്യമാകുമെന്ന്. ഇപ്പൊ പറഞ്ഞില്ലേ, 1 വർഷം കൂടെ ഉണ്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് വെറുക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ ലഭിക്കാൻ, കർമ്മത്തിന്റെ ഫലം ലഭിക്കാൻ. ഈ 1ഉം 2ഉം ഒന്നാമത് വന്നു. നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം എടുത്താൽ 1 വർഷം ഭരിച്ച പാർട്ടിയല്ല, ഒരു 5 വർഷം ഭരിച്ച പാർട്ടിയല്ല അടുത്ത ടേമിൽ വരുന്നത്. 2 വർഷം പിണറായി കയറിയെങ്കിൽ ഈ 1 വർഷം കൊണ്ട് 3ാം മന്ത്രിസഭയും കൂടെ ഉറപ്പിച്ചല്ലേ പിണറായി പോവുള്ളൂ. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സഹായിക്കുന്ന മറ്റു ചിലരും ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. അത് എന്തിനവർ ചെയ്യുന്നു എന്നുള്ളതാണ് ജനങ്ങളിപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഒരു ഭരണപക്ഷം നിരന്തരമായിട്ട് ഇങ്ങനെ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തിന് ഒരിക്കലും ചേർന്നതല്ല എന്ന് ജനാധിപത്യ വിശ്വാസികൾ പലപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 കോൺഗ്രസ് ആണ് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള ജനങ്ങളുണ്ട്. കാരണം അത്ര വലിയ രീതിയിലുള്ള ഒരു അപമതിപ്പ് പിണറായി വിജയനെക്കുറിച്ചും പിണറായി വിജയൻ്റെ സർക്കാരിനെക്കുറിച്ചും ഈ കേരളത്തിലെ പൊതു മനസ്സിനുണ്ട് എന്നുള്ളത് നമ്മൾ വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങുകയും നാട്ടിലൊന്ന് ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെ മുഴുവൻ ആ വലിയ രീതിയിലുള്ള ഒരു അടിയൊഴുക്കുണ്ട്. ആ അടിയൊഴുക്കിനെ മുഴുവൻ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു അടിത്തറയിൽ പാകി ഇല്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വാസവന്റെ ഭാഗത്ത് നിന്നൊക്കെ കർമ്മയോഗി ആണ് പിണറായി വിജയൻ ഈ പദ്ധതി കൊണ്ടുവന്ന, അദാനി നമ്മുടെ പാർട്ട്ണറാണ്, ആദരണീയനായ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തെ ആദരണീയം എന്ന് വിളിച്ചാൽ തെറ്റില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും സാധാരണ ഇവർ നടത്താത്തതാണ്. പൊതുവേദിയല്ലേ, പൊതുവേദിയാണെങ്കിലും ഇത്തരത്തില് തീർച്ചയായിട്ടും രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഒരിക്കലും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ സാധിക്കില്ല, അത് ചെയ്യാനും പാടില്ല. പക്ഷെ നേരത്തെ എന്തായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവരുടെ ഒരു ചേഞ്ച്, ഒരു മാറ്റം, ഈ 2026 തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മാറ്റം ഇവിടെ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അത് പല ജനങ്ങൾക്കും ബോധ്യമാവുന്നുണ്ട്. ദേശാഭിമാനി മാത്രം വായിച്ച് ശീലിച്ചവർക്ക് അത് ബോധ്യമാവുന്നില്ല. യഥാർത്ഥത്തിൽ ഇവരിവിടെ വഞ്ചിക്കുന്നത്, കൊടിയ വഞ്ചന ഇവർ കാണിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിലൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് സഖാക്കന്മാരുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇവർ വഞ്ചിച്ചിരിക്കുന്നത് ഈ നയം മാറ്റത്തിലൂടെ. കാരണം ഇരട്ടത്താപ്പാണല്ലോ, അടിമുടി ഇരട്ടത്താപ്പാന്റെ ഒരു മുഖം എന്ന രീതിയിലാണല്ലോ പിണറായി വിജയൻ ജനങ്ങൾക്ക് മുമ്പിൽ ഇരട്ടത്താപ്പിന്റെ തമ്പുരാൻ, അതാണ് ഞാൻ എന്നാണ്. അല്ല, ചങ്ക് ഇരട്ടയാവുമ്പോ ഇരട്ട സ്വഭാവം കാണിക്കണ്ടേ? ആദ്യം ഒന്ന് പറഞ്ഞു, ഇപ്പം രണ്ടാമത് വരുമ്പോഴേക്കാണല്ലോ ഇരട്ട ചങ്കനാവുന്നത്. അപ്പം രണ്ട് സ്വഭാവം കാണിക്കണ്ട. ആദ്യം കാണിച്ച സ്വഭാവം ഒന്ന് വേറെ ആയിരിക്കും, ഇപ്പൊ കാണിക്കുന്ന സ്വഭാവം ഒന്ന് വേറെ ആയിരിക്കും. അപ്പം വിസിലടിച്ച് വിജയാഘോഷം ആഘോഷിച്ച് വിജയനും നടക്കട്ടെ, നമുക്ക് നോക്കിക്കാണാം. എന്തായാലും വികസനം എന്ന് പറയുന്നത് രാജ്യത്തിനും കേരളത്തിനും ഒക്കെ വളരെ വലിയ ആവശ്യമുള്ളൊരു സംഗതിയാണ്. അതിനെ ഒരിക്കലും നമ്മൾ എതിർക്കാൻ വേണ്ടി സാധിക്കില്ല. അത് എതിർത്തവരാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. ഈ നാടിനെ ഈ ഒരു അവസ്ഥയിലാക്കി തീർത്തത് ഇവരാണ് എന്നിപ്പോൾ പൊതുജനം പറയുന്നുണ്ട്. അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് ഒരു മാപ്പ് പോലും പറയാതെ ഞങ്ങൾ തിരുത്തുകയാണ് എന്ന്, ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു തലക്കെട്ട് പോലും ദേശാഭിമാനി കൊടുക്കാതെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാണിക്കുന്നതിലാണ് പൊതുജനത്തിന്റെ എതിർപ്പ് എന്ന് പറയുന്നത്. ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പിതൃത്വം ഏറ്റെടുക്കുന്നത് പിണറായി മാത്രമാകുമ്പോൾ അവിടെ വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു പ്രധാന നേതാവിന്റെ പങ്കിനെ കുറിച്ചും ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് ശ്രീമാൻ ഉമ്മൻചാണ്ടി എന്നതാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ പദ്ധതി അവർ കൊണ്ടുപോകുന്നതിൽ അവർ വഹിച്ച പങ്കിനെ കുറിച്ചൊന്നും ഇവിടെ ആരും താറടിച്ച് കാണിക്കുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട് എന്നതാണ് ഇവിടുത്തെ ഒരു മര്യാദ എന്ന് പറയുന്നത്. ആ മര്യാദയുടെ പുറത്താണ്, ആ മര്യാദ ഇല്ലാത്തതിന്റെ പുറത്താണ് യഥാർത്ഥത്തിൽ ഈ രോക്ഷം ഇവരോട് പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. പിന്നെ കൂടാതെ ഉമ്മൻചാണ്ടി അദാനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് AICC പോലെ എതിർപ്പുകളൊക്കെ അതൊക്കെ അവഹേളിച്ചാണ് ഒരു വികസനത്തിന് ഉമ്മൻചാണ്ടി തയ്യാറായത്. അതൊന്നും ഓർക്കാതെയാണ് ഇന്നും നമ്മളടക്കമുള്ള പലരും പെരുമാറുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മോദി പറഞ്ഞ പോലെ ജയ് കേരളം ജയ് ഭാരതം എന്ന് നമുക്ക് പറയേണ്ടി വരും.